ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെൽ ഐക്കൺ അമർത്തുക. ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സദയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 2025 മെയ് 14 ബുധനാഴ്ച രാത്രി 10:36 വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് സംക്രമിക്കുന്നു. ശുക്രൻ്റെ ക്ഷേത്രവും ശത്രുക്ഷേത്രവുമായ ഇടവം രാശിയിൽ നിന്ന് വ്യാഴം മാറുന്നത് മറ്റൊരു ശത്രുക്ഷേത്രവും ബുധൻ്റെ ക്ഷേത്രവുമായ മിഥുനം രാശിയിലേക്കാണ്. ഒരു രാശിയിൽ ശരാശരി ഒരു വർഷക്കാലം സഞ്ചരിക്കുന്ന വ്യാഴം ശനിയും രാഹുകേതുക്കളും കഴിഞ്ഞാൽ പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹമാണ്. 2025 മെയ് 14 മിഥുനം രാശിയിൽ പ്രവേശിക്കുന്ന വ്യാഴം 2025 ഒക്ടോബർ 19 ഉച്ചയ്ക്ക് 12:57 ചന്ദ്രൻ്റെ ക്ഷേത്രവും വ്യാഴത്തിൻ്റെ ഉച്ചരാശിയുമായ കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കുന്നു. 2025 നവംബർ 11 വൈകുന്നേരം 6:31 വ്യാഴം അത്യുച്ചത്തിൽ എത്തുകയും പിന്നീട് പ്രതിലോമമായി സഞ്ചരിച്ച് 2025 ഡിസംബർ 4 രാത്രി 8:39 വീണ്ടും മിഥുനം രാശിയിൽ എത്തുകയും ചെയ്യുന്നു. അതായത് 2025 വ്യാഴം ഇടവം രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്കും അവിടെ നിന്ന് കർക്കിടകം രാശിയിലേക്കും തിരികെ മിഥുനം രാശിയിലേക്കും സംക്രമിക്കുന്നു. പ്രപഞ്ചശക്തികൾക്ക് ചൈതന്യം പകരുകയും വ്യക്തിജീവിതത്തെയും സമൂഹത്തെയും മാത്രമല്ല ലോകഗതിയെ തന്നെ സ്വാധീനിക്കുന്നതാണ് വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം. വ്യക്തിജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നൽകുവാൻ കഴിവുള്ള ഗ്രഹമാണ് വ്യാഴം. വ്യാഴം നൽകുന്ന ഫലങ്ങൾ ഗുണമായാലും ദോഷമായാലും കാലതാമസം കൂടാതെ പെട്ടെന്ന് തന്നെ ലഭിച്ചു തുടങ്ങും എന്നതാണ് ഈ ഗ്രഹത്തിൻ്റെ ഒരു പ്രത്യേകത. വ്യാഴത്തിൻ്റെ അനുകൂലാവസ്ഥയാണ് ഈശ്വരാധീനത്തെ സൂചിപ്പിക്കുന്നതും. ഒരു വ്യക്തി ജനിച്ച കൂറിൻ്റെ 2, 5, 7, 9, 11 എന്നീ ഭാവങ്ങളിൽ വ്യാഴം സഞ്ചരിക്കുമ്പോഴാണ് കൂടുതൽ നല്ല അനുഭവങ്ങൾ ലഭിക്കുന്നത്. മറ്റു ഭാവങ്ങൾക്ക് ജാതകത്തിൽ പല ഗുണങ്ങളും ചെയ്യാനാകും, എന്നാൽ ചാരവശാൽ അത്ര ഗുണകരമല്ല. 4, 12 എന്നീ ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ഭാവിയിൽ പ്രയോജനം ലഭിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പണം നിക്ഷേപിക്കാവുന്നതാണ്. വസ്തുവോ വീടോ വാങ്ങുന്നതിൽ തെറ്റില്ല. 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ പുതിയ വീട് നിർമ്മിക്കുകയോ വീടിൻ്റെ അറ്റകുറ്റപ്പണി നടത്തുകയോ ആകാം. മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിന് തുലാം, ധനു, കുംഭം എന്നീ രാശികളിലേക്ക് പൂർണ്ണ ദൃഷ്ടിയുണ്ട്. ദേവഗുരുവും സർവേശ്വരകാരകനുമായ വ്യാഴത്തിൻ്റെ 2025 ഈ രാശിമാറ്റങ്ങൾ വിശാഖം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് അവരുടെ ജീവിതത്തിൽ എങ്ങനെ സ്വാധീനിക്കുന്നു, എന്തെല്ലാം അനുഭവങ്ങളാണ് അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് എന്നാണ് ഇവിടെ പരിശോധിക്കുന്നത്. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2025 മെയ് 14 നടക്കുന്ന വ്യാഴത്തിൻ്റെ മിഥുനം രാശിയിലേക്കുള്ള രാശിമാറ്റം തുലാക്കൂറുകാരായ വിശാഖം നക്ഷത്രക്കാർക്ക് ഗുണാനുഭവങ്ങൾ മുന്നിട്ട് നിൽക്കുമ്പോൾ വൃശ്ചികക്കൂറുകാരായ വിശാഖം നക്ഷത്രക്കാർക്ക് ഫലങ്ങൾ പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. തുലാക്കൂറുകാർക്ക് ഭാഗ്യ അഭിവൃദ്ധിയുടെ കാലമാണ്. ഈശ്വരാധീനം വർദ്ധിക്കും. ഐശ്വര്യം, സമൃദ്ധിയും അനുഭവത്തിൽ വരും. ഏർപ്പെടുന്ന സമസ്ത മേഖലകളിലും വിജയം വരിക്കുവാൻ സാധിക്കും. യാത്രകൾ നേട്ടങ്ങൾക്ക് കാരണമാകും. വിദേശ ധനവും വിദേശ വസ്ത്രവും അനുഭവിക്കാൻ യോഗമുണ്ടാകും. ലഘു പ്രയത്നം കൊണ്ട് വലുതായ നേട്ടങ്ങൾ ആർജിക്കുവാൻ കഴിയും. ഗുരു കാരണവന്മാരുടെ അനുഗ്രഹം ലഭിക്കും. പിതാവിന് ആരോഗ്യവും സൗഖ്യവും ഉണ്ടാകും. സമ്പത്ത് എങ്ങനെ വിനിയോഗിക്കണമെന്നതിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാകും.
വ്യവഹാരങ്ങളിൽ വിജയിക്കും. അയൽ തർക്കങ്ങൾക്ക് രമ്യമായ പരിഹാരം ആകും. ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റത്തിനും സ്ഥാനക്കയറ്റത്തിനും യോഗം ഉണ്ട്. കീഴ് ജീവനക്കാരുടെ എല്ലാവിധ പിന്തുണയും ലഭിക്കും. വ്യവസായ മേഖലയിൽ തൊഴിലാളികൾ കഠിനാധ്വാനം ചെയ്ത് സ്ഥാപനത്തിൻ്റെ പെരുമ ഉയർത്തും. വൃശ്ചികക്കൂറുകാരായ വിശാഖം നാളുകാർക്ക് വിവാദങ്ങളിലും വ്യവഹാരങ്ങളിലും അകപ്പെടാനുള്ള സാധ്യതയുണ്ട്. തിരഞ്ഞെടുപ്പുകളിൽ കഷ്ടനഷ്ടങ്ങൾ വില കൊടുത്തു വാങ്ങും. വിട്ടുവീഴ്ച മനോഭാവം എന്നൊന്നു കാണില്ല. ദാമ്പത്യ ജീവിതത്തിൽ പരുക്കൻ മനോഭാവം മുന്നിട്ട് നിൽക്കും. കർമ്മരംഗത്ത് ക്ലേശങ്ങൾ നേരിടും. വേണ്ടപ്പെട്ടവർ ചിലപ്പോൾ ശത്രുക്കളാകും. സന്താനങ്ങൾക്ക് ചില പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. 2025 ഒക്ടോബർ 19 വ്യാഴം കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കുമ്പോൾ പ്രായോഗിക ബുദ്ധിയും കർത്തവ്യബോധവുമുള്ള ഇവർക്ക് പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുവാൻ കഴിയും. 2025 ഒക്ടോബർ 19 വ്യാഴം കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കുമ്പോൾ പ്രായോഗിക ബുദ്ധിയും കർത്തവ്യബോധവുമുള്ള ഇവർക്ക് പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ കഴിയുകയില്ല. തൊഴിൽ രംഗത്തും വ്യാപാര രംഗത്തും മന്ദത അനുഭവപ്പെടും. ദീർഘവീക്ഷണം ഇല്ലാതെ പ്രവർത്തിക്കും. എതിർപ്പുകളെ അവഗണിച്ച് മുന്നേറാൻ കഴിയുന്നതാണ്. സാമ്പത്തിക നില ഭദ്രമായിരിക്കും. ശത്രുക്കൾ പോലും മിത്രങ്ങളാകും. സന്താനങ്ങൾ മുഖേന നന്മകൾ ഉണ്ടാകും. സഹോദരങ്ങളുമായി രമ്യതയിലാകും. പ്രമാണങ്ങളിൽ ഒപ്പുവയ്ക്കാനുള്ള സാധ്യതയുണ്ട്. സർക്കാർ നടപടികൾ അനുകൂലമാകും. ചില ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട്. 2025 ഡിസംബർ 4 വ്യാഴം തിരികെ മിഥുനം രാശിയിൽ പ്രവേശിക്കുമ്പോൾ വീണ്ടും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതായിരിക്കും. ദോഷപരിഹാരമായി മഹാലക്ഷ്മിയെ ഭജിക്കുക. അന്നപൂർണേശ്വരി സ്തോത്രം നിത്യവും പാരായണം ചെയ്യുക. അനിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2025 മെയ് 14 നടക്കുന്ന വ്യാഴത്തിൻ്റെ മിഥുനം രാശിയിലേക്കുള്ള രാശിമാറ്റം പൂർണ്ണമായും വൃശ്ചികക്കൂറുകാരായ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും അനുഭവത്തിൽ വരുന്നത്. അഷ്ടമത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ രാശിമാറ്റം പരീക്ഷണങ്ങളും പ്രതികൂലമായ അനുഭവങ്ങളും ആയിരിക്കും സമ്മാനിക്കുന്നത്. മുൻപ് ഉണ്ടായിട്ടില്ലാത്ത പലതരം പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടേണ്ടി വരും. ശത്രു ആര് മിത്രമാര് എന്ന് തിരിച്ചറിയാതെ വിഷമിക്കും. അകാരണമായ ഭയം മനസ്സിനെ പിന്തുടർന്നുകൊണ്ടിരിക്കും. അനായാസം നേടാൻ ആകുന്നവ വലിയ വില കൊടുത്ത് വളരെ ക്ലേശം സഹിച്ച് നേടേണ്ടി വരും. ധനസ്ഥിതി മാറിയും മറിഞ്ഞും അനുഭവപ്പെടും. ദാമ്പത്യ ജീവിതത്തിൽ അവസരങ്ങൾ ഉടലെടുക്കും. അനായാസം നേടിയിരുന്ന കാര്യങ്ങൾ പ്രയത്നിച്ച് നേടേണ്ടി വരും. പലപ്പോഴും സഹിഷ്ണുത പരീക്ഷിക്കപ്പെടും. കുടുംബജീവിതത്തിലെ താളപ്പിഴകൾ പരിഹരിക്കുക ക്ലേശകരമാകും. രാഷ്ട്രീയ നിലപാടുകളെ ചോദ്യം ചെയ്തെന്നു വരാം. സസ്പെൻഷനോ ഡീപ്രമോഷനോ ഉള്ള ചില സാധ്യതകളും കാണുന്നുണ്ട്. കർമ്മരംഗത്തെ ക്ലേശങ്ങൾ നേരിടും. വിദേശയാത്രയ്ക്ക് അവസരം ലഭിക്കും. വേണ്ടപ്പെട്ടവർ ചിലപ്പോൾ ശത്രുക്കളാകും. സന്താനങ്ങൾക്ക് ചില പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. കൂട്ടുകെട്ടുകൊണ്ട് ചില പ്രയാസങ്ങൾ നേരിടും. ഏജൻസി കമ്മീഷൻ ഏർപ്പാടുകൾ ലാഭകരമാകും. വിദേശത്ത് ജോലിക്കുള്ള ശ്രമം വിജയിക്കുന്നതാണ്. ENT രോഗങ്ങൾ, കണ്ഠരോഗങ്ങൾ, വാതരോഗങ്ങൾ, ഹൃദയരോഗങ്ങൾ എന്നിവ സംബന്ധിച്ച ചികിത്സ തേടേണ്ടി വരും. 2ാം ഭാവാധിപനും 5ാം ഭാവാധിപനുമായ വ്യാഴം ഇപ്പോൾ 2ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാലും വിഷമാവസ്ഥ കുറേയൊക്കെ തരണം ചെയ്യുവാൻ സാധിക്കും. വ്യക്തിമഹത്വം കൊണ്ട് പ്രീതി നേടും. ശത്രുക്കൾ അജയ്യരാകും. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗസ്ഥർക്കും വിവാഹ ജീവിതം ആഗ്രഹിക്കുന്നവർക്കും ഫലസിദ്ധിക്ക് താമസം നേരിടും. 2025 ഒക്ടോബർ 19 വ്യാഴം കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കുമ്പോൾ ആകുല ചിന്തകൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ഇവർക്ക് ഏറെ അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി ഉണ്ടാകും. സർക്കാർ ജോലി ലഭിക്കുവാൻ സാധ്യതയുണ്ട്. യുവജനങ്ങൾക്ക് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുവാൻ സാധിക്കും. പിതാവുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് പരിഹാരമാകും. പിതാവിന് നല്ല അനുഭവങ്ങൾ വന്നുചേരും. ഉദ്യോഗസ്ഥർക്ക് പ്രശസ്തി വർദ്ധിക്കും. ചിട്ടിയോ ഭാഗ്യക്കുറിയോ ലഭിക്കാൻ ഇടയുണ്ട്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും.
സന്താനഭാഗ്യം ലഭിക്കും. സർവകാര്യങ്ങളിലും വിജയം പ്രതീക്ഷിക്കാം. ബന്ധുജനങ്ങളുടെ സഹായം ലഭിക്കും. കുടുംബത്തിൽ സന്തോഷം നിറയും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും. പുതിയ വീടും വാഹനവും അധീനതയിലാകും. 2025 ഡിസംബർ 4 വ്യാഴം തിരികെ മിഥുനൻ രാശിയിൽ പ്രവേശിക്കുന്നതാണ്. മഹാദേവനെ ഭജിക്കുക. ശിവക്ഷേത്ര ദർശനം പതിവാക്കി യഥാശക്തി വഴിപാടുകൾ ചെയ്യുക. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2025 മെയ് 14 നടക്കുന്ന വ്യാഴത്തിൻ്റെ മിഥുനൻ രാശിയിലേക്കുള്ള രാശിമാറ്റം പൂർണ്ണമായും വൃശ്ചികക്കൂറിൽ ഉൾപ്പെടുന്ന ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത്. മത്സരങ്ങളിലും പരീക്ഷകളിലും നേട്ടമുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിച്ച ഉപരിപഠന കോഴ്സുകളിൽ പ്രവേശനം ലഭിക്കും. ധനവരവിൽ കുറവ് ഉണ്ടാകും എങ്കിലും കാര്യങ്ങൾ അത്ര ക്ലേശകരമാകില്ല. എഴുതിത്തള്ളിയിരുന്ന പല കിട്ടാക്കടങ്ങൾ തിരികെ ലഭിക്കും. ചെറു യാത്രകൾ പ്രയോജനപ്പെടും. വിദേശ ജോലിക്കുള്ള ആഗ്രഹം സഫലമാകും. ചെറുകിട കച്ചവടക്കാർക്ക് നേട്ടമുണ്ടാകും. കരാർ പണികൾ തുടർന്നും ലഭിക്കും. ചെറിയ ഉദ്യോഗസ്ഥർ, ദിവസവേതനക്കാർ എന്നിവർക്കും തരക്കേടില്ലാത്ത സമയമാണ്. വീട് മാറി താമസിക്കുന്നതിനെപ്പറ്റി ആലോചിക്കും. ഊഹക്കച്ചവടത്തിലും ഓഹരി വിപണിയിലും ധനനഷ്ടത്തിന് സാധ്യതയുണ്ട്. ചുണ്ടിനും കപ്പിനുമിടയിൽ ഭാഗ്യം കൈവിട്ടു പോകും. കർമ്മരംഗത്തെ ക്ലേശങ്ങൾ നേരിടും. സഹപ്രവർത്തകരുടെ പിന്തുണ കുറയാം. ബന്ധുജനങ്ങളുമായി കലഹിച്ചേക്കും. സന്താനങ്ങളുടെ കാര്യത്തിൽ ഉചിതമായി തീരുമാനമെടുക്കാൻ കഴിയാതെ വിഷമിക്കും. ഗാർഹിക ജീവിതത്തിൽ താളപ്പിഴകൾ ഉണ്ടാകും. പിടിവാശിയും നിർബന്ധ ബുദ്ധിയും കാര്യങ്ങൾ വഷളാക്കും. വാഹനം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ജാഗ്രത വേണം. അലർജി, അതിസാരം, ഭക്ഷ്യവിഷബാധ, പനി, പകർച്ചവ്യാധി എന്നിവ പിടിപെടാതെ ശ്രദ്ധിക്കണം. 2025 ഒക്ടോബർ 19 വ്യാഴം കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കുമ്പോൾ മനോനിയന്ത്രണം ഇല്ലാതെ പ്രവർത്തിക്കുന്നവരും ഹൃദയ ചാഞ്ചല്യമുള്ളവരുമായി ഇവർക്ക് ഏറെ അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും 2 വട്ടം ചിന്തിക്കണം. കർമ്മമേഖലയിൽ പുത്തൻ ഉണർവ് അനുഭവപ്പെടും. പുതിയ ആശയങ്ങൾ ഉടലെടുക്കും. പ്രതീക്ഷിക്കുന്ന സഹായങ്ങൾ ലഭിക്കും. ദീർഘവീക്ഷണത്തോടെ മുന്നേറുവാൻ സാധിക്കും. തൊഴിൽ അന്വേഷകർക്ക് കാലം അനുകൂലമാണ്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. ഗൃഹലാഭത്തിനും വാഹനലാഭത്തിനും യോഗമുണ്ട്. ആഗ്രഹങ്ങൾ സഫലമാകും. സന്തോഷാനുഭവങ്ങൾ വന്നുചേരും. കാലവിളംബം മാറി കാര്യലാഭം ഭവിക്കും. സംരംഭങ്ങളിൽ നിന്നും നേട്ടങ്ങൾ വന്നെത്തും. സമൂഹമധ്യത്തിൽ ആദരവും അംഗീകാരവും വർദ്ധിക്കും. ലഘുപ്രയത്നം കൊണ്ട് വലുതായ നേട്ടങ്ങൾ ആർജിക്കുവാൻ കഴിയും. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ പുഷ്ടിയുണ്ടാകും. അതിർത്തി തർക്കത്തിന് സാധ്യതയുണ്ട്. വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ കരുതൽ വേണം. 2025 ഡിസംബർ 4 വ്യാഴം തിരികെ മിഥുനൻ രാശിയിൽ പ്രവേശിക്കുന്നതാണ്. ശിവക്ഷേത്ര ദർശനം പതിവാക്കുക. ഉമാമഹേശ്വരന്മാരെ ഭജിക്കുക. ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി. തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും.